സൺഡേ ആയപ്പോൾ പെട്ടെന്ന് ഗുരുവായൂർ പോകാമെന്നൊരു തോന്നി. ശനിയാഴ്ച പോകാമെന്ന് ഓർത്താണ്, പക്ഷേ ലീവ് കിട്ടിയില്ല. പ്രൈവറ്റ് ആകുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഈ ശനിയാഴ്ചയും തിങ്കളാഴ്ച ലീവ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഇങ്ങനെ ഗുരുവായൂർ പോകണമെന്ന് ആഗ്രഹിച്ചു. സൺഡേ രാവിലെ ട്രെയിന് പോകാമെന്ന് ഓർത്തു. രാവിലെ 3:15 ട്രെയിനുണ്ട് നേരെ ഗുരുവായൂരൊക്കെ ഉള്ളത്. പക്ഷേ ആ സമയത്ത് കുഞ്ഞുണ്ണിയും കൊണ്ട് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ പാടാണ്. അതുകൊണ്ട് 7:00 ഒരു 7:30 ട്രെയിനുണ്ട് ഏറനാട്, അതിന് പോകാമെന്ന് ഓർത്തു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ട്രെയിൻ ലേറ്റാണ്. ട്രെയിൻ വന്നപ്പോൾ 7:45 ഞാനും വൈഫും കൊച്ചും കൂടി ട്രെയിനിൽ കയറി. ഒരു 10:00 തൃശ്ശൂർ വന്നു. തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾ ലേറ്റായി. അപ്പോൾ എപ്പോൾ തൊടാൻ പറ്റുമെന്ന് മനസ്സിൽ ചിന്തിച്ചു, ഭവനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 29 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക്. ഒരു ഓട്ടോക്കാരൻ കൊണ്ട് വണ്ടി നിർത്തി. ചോദിച്ചു എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ KSRTC ആക്കാൻ പറ്റുമോ, ഗുരുവായൂർ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഗുരുവായൂർ പോകാൻ നല്ലത് KSRTC പ്രൈവറ്റ് ബസ്സാണ്, കാരണം റോഡൊക്കെ മോശമാണെന്ന് പറഞ്ഞു. പ്രൈവറ്റ് ബസ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നതും ഒരു പ്രൈവറ്റ് ബസ് വന്നു, ഗുരുവായൂർക്കുള്ള നേരിട്ടുള്ള ബസ് വന്നു. അതിൽ കയറി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ക്ലോക്ക് ആകുമ്പോൾ ഡ്രസ്സൊക്കെ മാറി, മുണ്ടെടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെക്കിട്ടാണ് പോയത്. അപ്പോൾ കുഞ്ഞിൻ്റെ മുണ്ടെടുത്തു, ഞാനും മുണ്ടെടുത്തു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ക്യൂ ഉണ്ട് നല്ല. അപ്പോൾ ക്യൂ കണ്ടപ്പോൾ ഞാൻ ഓർത്തിങ്ങനെ എന്തെങ്കിലും പരിപാടി എത്തിച്ചാൽ കയറാൻ പറ്റുമേ, നെയ്കളൊക്കെ എത്തിച്ചാൽ കയറാൻ പറ്റും. ചെന്നപ്പോൾ 1000 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് 1000 രൂപ. പിന്നെ തോന്നി ക്യൂ നിൽക്കാമെന്ന് ഓർത്തു. അങ്ങനെ ക്യൂ നിന്നപ്പോൾ പെട്ടെന്ന് ക്യൂ മുമ്പോട്ട് പോയി. പെട്ടെന്ന് ഭഗവാനെ തൊഴാൻ പറ്റി. ശരിക്കും തൊഴുതു ഭഗവാനെ. കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരിടയൊക്കെ മേടിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് റിട്ടേൺ KSRTC ചെന്നു. അവിടെ ചെന്നപ്പോൾ AC ബസ്സൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എറണാകുളത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ചേർത്തലയ്ക്കുള്ളത്. അപ്പോൾ തൃശ്ശൂർ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു KSRTC പോകാമെന്ന് ഓർത്തു. പക്ഷേ പിന്നെ തോന്നി തൃശ്ശൂർ ഇറങ്ങാൻ. തൃശ്ശൂർ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ട്രെയിൻ തിരിച്ചിട്ടുണ്ടായിരുന്നു, ചില സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റില്ല. ഏലം കയറി. ഞാൻ പറഞ്ഞു മേഡത്തിൽ കാര്യം പറഞ്ഞാൽ ടിക്കറ്റില്ല. അപ്പോൾ പറഞ്ഞ് ടിക്കറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മേഡം തൊഴുതേക്കുമ്പോൾ താമസിച്ചു പോയി, അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞു. അപ്പോൾ അവർക്ക് ദൈവം തോന്നി, ഭഗവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കും, അവർക്ക് ദൈവം തോന്നി. ഒരാൾക്ക് ഫൈൻ അടിച്ചു, ഞങ്ങൾക്ക് സീറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ 6 മണിയാവും തിരിച്ച് ചേർത്തല വന്നു. അപ്പോൾ മനസ്സിലായി ഭഗവാനെ മുറുക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാം സാധിക്കുമെന്ന് മനസ്സിലായി.